ഇലക്ട്രിക് വാഹനങ്ങൾ നമ്മുടെ നിരത്തുകൾക്ക് സുപരിചിതമായി കഴിഞ്ഞു. പച്ച നമ്പർ പ്ലേറ്റും ഘടിപ്പിച്ച് നിശബ്ദമായി ചീറിപ്പായുന്ന ഇവികൾ പ്രകൃതിക്കും മാത്രമല്ല നമ്മുടെ പോക്കറ്റിനും ഒരു വരദാനമാണെന്ന് വേണം പറയാൻ. പരമ്പരാഗത പെട്രോൾ ഡീസൽ വാഹനങ്ങളിൽ നിന്നും വൈദ്യുത കാറുകളിലേക്ക് മാറാൻ ഏറ്റവും കൂടുതൽ മത്സരിക്കുന്നത് മലയാളികളാണ്. ടിയാഗോ ഇവിയും കോമറ്റ് ഇവിയും എല്ലാം നഗരവീഥികൾ കീഴടക്കി മുന്നേറുന്നത് കാണുമ്പോൾ നമുക്കും ഒരു വൈദ്യുത കാർ വാങ്ങിയാൽ എന്താണെന്ന് ആലോചിക്കുന്നവരുടെ എണ്ണവും ഇപ്പോൾ കൂടുതലായിരിക്കും. എന്നാൽ ഇതെല്ലാം 5 സീറ്റർ ഗണത്തിൽ പെടുന്നതിനാൽ എർട്ടിക പോലുള്ള 7 സീറ്റർ ഫാമിലി കാറുകൾ വാങ്ങുന്നവർക്ക് അധികം ഓപ്ഷനുകൾ ഇല്ലാത്തത് നിരാശപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ആകെ BYD ഇമാക്സ് 7 മാത്രമാണ് ഇന്ത്യയിൽ ലഭ്യമായിട്ടുള്ളത്. പക്ഷേ ജൂലൈ 15 മുതൽ മറ്റൊരു മോഡൽ കൂടി ഈ വിഭാഗത്തിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ്. മറ്റാരുമല്ല, സെൽറ്റോസ്, സോനറ്റ് തുടങ്ങിയ തട്ടുപൊളിപ്പൻ SUVകളിലൂടെ നമുക്ക് പ്രിയങ്കരനായ കിയയാണ് പുതിയ കാറുമായി വരുന്നത്. ഏതാണെന്നല്ലേ, നമ്മുടെ സ്വന്തം കാരൻസ് ക്ലാവിസ് EV പതിപ്പാണ് ഇന്ത്യയിലേക്ക് എൻട്രി കൊടുക്കാൻ ഒരുങ്ങുന്നത്. ഇതോടെ ഇന്നോവയും എർട്ടിഗയും പോലുള്ള ICE എഞ്ചിൻ വാഹനങ്ങളുടെ വിൽപ്പനയുടെ കാര്യത്തിലും നല്ല ഒരു തീരുമാനമാകും. ക്ലാവിസിൻ്റെ ഇലക്ട്രിക്കിൻ്റെ വരവ് പ്രതീക്ഷിച്ചുവെങ്കിലും വേഗത്തിലായത് ആളുകളിലും ആവേശം സൃഷ്ടിക്കാൻ കാരണമാകും. ക്ലാവിഡ് EVയുടെ വിലകളും ജൂലൈ 15 തന്നെ പ്രഖ്യാപിക്കാനും സാധ്യതയുണ്ട്. ഡിസൈൻ വശങ്ങളിലേക്ക് നോക്കിയാൽ കിയ കാരൻസ് ക്ലാവിസ് EV പെട്രോൾ പതിപ്പിനോട് വളരെ സാമ്യമുള്ളതായിരിക്കുമെന്നാണ് ആദ്യ നിഗമനം. എന്നിരുന്നാലും ഇലക്ട്രിക് വാഹനങ്ങൾക്കായുള്ള ചില ഡിസൈൻ മാറ്റങ്ങൾ വരുത്തിയായിരിക്കും ദക്ഷിണ കൊറിയൻ വാഹന നിർമ്മാതാക്കൾ തങ്ങളുടെ 7 സീറ്റർ MPVയെ പുറത്തിറക്കുക. വാഹനം ചാർജ് ചെയ്യാനുള്ള ചാർജിംഗ് പോർട്ട് ഫ്രണ്ട് ഫാസിയയുടെ മധ്യഭാഗത്തായി ഇടം പിടിക്കുമെന്ന് സ്പൈ ചിത്രങ്ങൾ ഇതിനകം സ്ഥിരീകരിച്ചിട്ടുണ്ട്. കിയ കാരൻസ് ക്ലാവിൻസിൻ്റെ ICE പതിപ്പുമായി താരതമ്യം ചെയ്യുമ്പോൾ ഫ്രണ്ട് ബമ്പർ ഡിസൈനിലും അല്പം മാറ്റങ്ങൾ വരുത്തിയേക്കാം. എന്നാൽ നിലവിലുള്ള ബ്ലാങ്ക്ഡ് ഓഫ് ഗ്രില്ലും ആംഗുലർ LED ഹെഡ്ലൈറ്റുകളും നിലനിർത്തിയാകും മോഡലിനെ പരുവപ്പെടുത്തിയെടുക്കുക. വശങ്ങളിൽ നിന്ന് നോക്കുമ്പോൾ കാരൻസ് ക്ലാവിസ് EVയിൽ പുതിയ അലോയ് വീലുകൾ ലഭിക്കും. മികച്ച എയറോഡൈനാമിക് കാര്യക്ഷമതയ്ക്കായി എയറോ സ്റ്റൈൽ കവറുകളും കമ്പനി സമ്മാനിച്ചേക്കുമെന്നാണ് വിവരം. അതോടൊപ്പം റൂഫ് റെയിലുകൾ, ബോഡി കളർ റിയർവ്യൂ മിററുകൾ, വശങ്ങളിലെ റഗ്ഗഡ് ക്ലാഡിംഗ് തുടങ്ങിയ സവിശേഷതകളെല്ലാം ICE എഞ്ചിൻ മോഡലിന് സമാനമായി തുടരുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നിലേക്ക് വന്നാൽ കണക്റ്റഡ് LED ടെയിൽ ലാമ്പുകൾ, ലൈറ്റ് ബാർ, EV നിർദ്ദിഷ്ട ബാഡ്ജിങ്, കാരൻസ് ക്ലാവിസിൽ നിന്ന് വേറിട്ട് നിർത്താൻ റീഡിസൈൻ ചെയ്ത ബമ്പർ തുടങ്ങിയ കാര്യങ്ങളും ഇലക്ട്രിക് MPVയുടെ ഭാഗമായേക്കാം. ഇതോടൊപ്പം തന്നെ എക്സ്റ്റീരിയർ കളർ ഓപ്ഷനിലും മാറ്റങ്ങളുണ്ടായേക്കാം. ഇൻറ്റീരിയറിലേക്ക് കയറിയാൽ നിലവിലെ കാരൻസ് ക്ലാവിസിലെ അതേ ഡാഷ്ബോർഡ് ലേഔട്ടായിരിക്കും ഇലക്ട്രിക് പതിപ്പിലും ഉണ്ടാവുക.